ഞാനൊരു മോഡൽ ക്വസ്റ്റ്യൻ PDF ആയിട്ട് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസർ കീ അതിൽ തന്നെ ഉണ്ട്. കുറച്ച് കുട്ടികളൊക്കെ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കീ കൊണ്ട് കമ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, ഞാൻ ലീവ് എടുത്തൊരു ദിവസം രാവിലെ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിൻ്റ് എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് ചിലപ്പോൾ 30-ലായിരിക്കും. 30-ലാണെങ്കിലും 8 ആക്ടിവിറ്റി ടോട്ടൽ ഉണ്ടാവും. 8 ആക്ടിവിറ്റി ടോട്ടലിൽ 6 ആക്ടിവിറ്റി കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ഇനി 8 ആക്ടിവിറ്റിയും അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. സമയമുണ്ടെങ്കിൽ എല്ലാ ആക്ടിവിറ്റിയും അറ്റൻഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ ആക്ടിവിറ്റികൾ എടുക്കും. ഇനി 25-ലാണ് മാർക്കെങ്കിൽ 5 ആക്ടിവിറ്റീസ് മാത്രമായിരിക്കും കമ്പൽസറി. നോക്കിയിട്ട് ചെയ്യാം. ഫസ്റ്റത്തെ 15 മിനിറ്റ്സ് എന്ന് പറയുന്നത് കൂൾ ഓഫ് ടൈം തന്നെയാണ്. അത് കൂൾ ഓഫ് ടൈം ആയിട്ട് തന്നെ എടുക്കണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു 20 മിനിറ്റ് ആയിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ആൻസേഴ്സ് എന്ത് ചെയ്യുക, ഫ്രെയിം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ സെറ്റാക്കി വെക്കുക. അതിന് ശേഷം ഓരോ ആക്ടിവിറ്റീസ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തു പോവുക. ഇതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി പറയുന്നത് റോയി ആൻഡ് ഹിസ് മദർ ആർ മേക്കിംഗ് എ ടീ. അതാണ് കോണ്ടസ്റ്റ്. അപ്പോൾ എന്നിട്ട് പറയാണ് ഈ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടേബിൾ. അപ്പോൾ നമ്മൾ 3 തരം എന്ത് പഠിച്ചിട്ടുണ്ട്, ട്രാൻസ്മിഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? യെസ്, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ് ആർ 3 ടൈപ്സ് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഇവിടെ നോക്കുക, ഇവിടെ ഒന്ന് ഷഫിൾ ചെയ്തിട്ടാണ് തന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ച ഓർഡർ എന്ന് പറയുന്നത് കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷനാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർഡർ തെറ്റിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഈ കൺസെപ്റ്റ് മനസ്സിലാക്കിയ ആളുകൾക്ക് ഓർഡർ കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ കണ്ടക്ഷൻ്റെ എക്സാമ്പിളായിട്ട് തന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോളിഡ് സബ്സ്റ്റൻസ് ഹീറ്റ് ആകുന്നതാണ് തന്നത്. അപ്പോൾ ദ വെസൽ ഈസ് ഗെറ്റിംഗ് ഹോട്ട് എന്ന് പറയുന്നത് എന്താണ്, കണ്ടക്ഷനാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഗുഡ് കണ്ടക്ടറും ബാഡ് കണ്ടക്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞത് അവിടെയാണ്. ആ സമയത്ത് എന്താണ് ചെയ്യുന്നത്, ഈ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യുക, അടുത്ത അഡ്ജസൻ്റ് ആയിട്ടുള്ള മോളിക്യൂളിന് ഹീറ്റ് എന്ത് ചെയ്യാണ്, ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി കൺവെക്ഷൻ എന്ന് പറയുന്നതിന് എക്സാമ്പിളായിട്ട് നമ്മൾ എന്ത് പറഞ്ഞത്, വാട്ടർ ബോയിൽ ചെയ്യുന്നത്. അത് വാട്ടർ അല്ലെങ്കിൽ ഗ്യാസ് എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡാണ്. അപ്പോൾ ഈ വാട്ടർ ബോയിൽ ചെയ്യുന്നതാണ് നമ്മൾ കൺവെക്ഷൻ എക്സാമ്പിളായിട്ട് പറഞ്ഞത്. ഇനി നമ്മൾ റേഡിയേഷൻ, ഇപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമി ചൂട് ആകുന്നത് റേഡിയേഷൻ കൊണ്ടാണ്. അപ്പോൾ ഇനി മാത്രമല്ല, നമ്മൾ ഗ്യാസൊക്കെ സ്റ്റൗവൊക്കെ ഓണാക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ വെച്ചാൽ നമുക്കും ഫീൽ ചെയ്യുമല്ലോ. അപ്പോൾ നമുക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഹോട്ട്. നേരത്തെ എന്താണെന്നാണ് ചോദിച്ചത്, ഇവിടെ റേഡിയേഷൻ എന്താണെന്നുള്ള ഡെഫിനിഷനാണ് ചോദിച്ചത്. ഇനി റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ഗുഡ് കണ്ടക്ടേഴ്സ്. എന്താണ് ഗുഡ് കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം, മെറ്റൽസൊക്കെ എന്താ പറയുക, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറ്റും എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അലൂമിനിയം, അയേണ്, അപ്പോൾ നിങ്ങൾ ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇവിടെ ചോദിക്കുന്നത് എന്താണ് മോളിക്യൂളിൻ്റെ റോള് എന്ന് പറയുന്നത്. കണ്ടക്ഷനിലും കൺവെക്ഷനിലും മോളിക്യൂളിൻ്റെ റോൾ എന്താണ്, ശരിക്കും എന്താണ്, ഇവിടെ മോളിക്യൂൾ ഒരു മീഡിയേറ്ററായിട്ടാണ്, ഒരു മീഡിയമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റേഡിയേഷനിൽ പറഞ്ഞിട്ടുണ്ട് മീഡിയേറ്ററിൻ്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഹീറ്റാവും. അതാണ് ഇവിടെ അടിയിൽ തന്നെ ആൻസർ കീ ഉണ്ട്, നിങ്ങൾക്ക് എന്നെ നോക്കാൻ വേണ്ടിയിട്ടേ ഉള്ളൂ. മോളിക്യൂൾസ് സെർവ് ആസ് എ മീഡിയം, ഇവിടെ മീഡിയമായിട്ട് ആക്ട് ചെയ്യാണ്. അങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ നോക്കുക. യെസ്, ഇവിടെ കുറച്ച് ഓർഗൻസ് തന്നിട്ടുണ്ട്. ഞാൻ കൂട്ടത്തിലൊരു കാര്യം പറയുക, സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂ ഉണ്ടാകുന്നത്, ടിഷ്യൂകൾ ചേർന്നിട്ടാണ് ഓർഗൻസ് ഉണ്ടാകുന്നത്, ഓർഗൻസ് ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. നമ്മൾ ടെക്സ്റ്റിലില്ല. അപ്പോൾ ഈ ഒരു ഓർഗൻ സിസ്റ്റം, നമ്മളൊരു ഡൈജസ്റ്റീവ് സിസ്റ്റമാണ് പഠിച്ചത്. ഇവിടെ കുറച്ച് ഓർഗൻസിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ഡൈജഷൻ എവിടെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അന്ന് ഞാൻ ചോദിച്ച സമയത്ത് ബോയ്സിൻ്റെ സൈഡിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, തെറ്റുത്തരം വന്നിട്ടുണ്ട്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ കംപ്ലീറ്റ് ആകും. അപ്പോൾ ഗേൾസ് സ്മോൾ ഇൻറ്റസ്റ്റൈനും ബോയ്സ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ആകുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്നാണ്. പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത് എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞത്. പെരിസ്റ്റാലിസിസ് എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് ഓഫ് മസിൽസ് ആണ്. അത് ഡൈജഷൻ്റെ ത്രൂ ഔട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗിയൽ വാൾ. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ മതി, വേവ് ലൈക്ക് മൂവ്മെൻറ്റ് ഓഫ് ഈസോഫാഗിയൽ വാൾ. ഈസോഫാഗിയൽ വാളിൽ നടക്കുന്ന ഒരു വേവ് ലൈക്ക് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ്. മൂവ്മെൻറ്റ് നടക്കുന്നത് ആരാണ്, ഒരു മസിൽസ്. ഇനി നമ്മുടെ പല്ലിൻ്റെ കാര്യം പറഞ്ഞു, അതിൽ കാനൈൻ ടീത്ത് ഉണ്ട്. ആരിൽക്കാണ് കാനൈൻ ടീത്ത് വെൽ ഡെവലപ്ഡ് ആയത്, കാർണിവോറസിലാണ്. ഇനിയോ ഹെർബിവോറസിൽ കാനൈൻ ടീത്ത് അല്ല. അപ്പോൾ കാനൈൻ ടീത്ത് നമ്മൾ ടൈഗറിലൊക്കെ എന്തുകൊണ്ടാണ് വെൽ ഡെവലപ്ഡ് ആയത്. അപ്പോൾ ചോദ്യം എന്തിനാണ്, ഡയറ്ററി ഹാബിറ്റ് എന്തിനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്.
അപ്പോൾ ടിയറിങ് മീറ്റ് അല്ലേ, ഇറച്ചികളൊക്കെ ഇങ്ങനെ കടിച്ച് കീറാൻ വേണ്ടി ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ്, ഫോർ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ് എന്ന്. പിന്നെ ഈ ഒരു സാധനം, ഈ ഫ്ലോ ചാർട്ട് എന്തായാലും ഓർമ്മയിൽ വേണം. യെസ്, ഇഞ്ചഷൻ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് ഓഫ് ഫുഡാണ്. ഇനിയോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇജഷൻ, എക്സ്ക്രീഷൻ ആണ്. നമ്മൾ പുറത്തേക്ക് റിമൂവൽ ഓഫ് വേസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നടക്കുന്നൊരു കാര്യമാണ് എന്ത്, പിന്നെ ഡൈജഷന്, അത് കഴിഞ്ഞിട്ട് അബ്സോർപ്ഷൻ അതായത് എവിടെയൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യുന്നത് സ്മോൾ ഇൻജസ്റ്റൈലാണ്. സ്മോൾ ഇൻജസ്റ്റൈലിലെ വാളുമ്മൽ നിൽക്കുന്ന ഫിംഗർ ലൈക്ക് സ്ട്രക്ചറായ വില്ലസിലാണ്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് ഇൻജസ്റ്റൈലിലേക്ക് നമ്മുടെ ഫുഡിൻ്റെ റെസിഡ്യൂ പോകുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ വെച്ചിട്ടാണ് വാട്ടറും സാൾട്ടും ലാർജ് ഇൻജസ്റ്റൈലിൽ നിന്നാണ് അബ്സോർപ്ഷൻ നടക്കുന്നത്. പക്ഷേ എങ്കിൽ ഡൈജഷൻ സ്മോൾ ഇൻജസ്റ്റൈലിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അസിമിലേഷൻ, ലാസ്റ്റ് ഇജഷൻ. അല്ലെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാ, ഒരു കുട്ടി സിക്കായിട്ട് ഇവിടെ കിടന്നിട്ടുണ്ട്, സഫറിങ് ഫ്രം ഫീവറാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, വിച്ച് ഇൻസ്ട്രുമെൻറ്റ്, നമുക്കറിയാം ഇൻസ്ട്രുമെൻറ്റ്, പിന്നെ ടെമ്പറേച്ചർ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെന്താ, തെർമോമീറ്ററാണ് നമുക്കറിയാം. നമ്മൾ ക്ലാസ്സിൽ എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഇൻഫ്രാറെഡ് തെർമോമീറ്റർ കൊണ്ടുവന്നിട്ടുണ്ട്, ക്ലിനിക്കൽ തെർമോമീറ്റർ പിന്നെ കൊണ്ടുവന്നിട്ടുണ്ട്, ഏത് ഡിജിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. സാധാ ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ളത് ഏതാണ്, മെർക്കുറി ഉള്ള ഒരു സാധനമാണ്. ഇനി എന്താണ് ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ്സ് എന്നാണ്, 1 ഡിഗ്രി സെൽഷ്യസ് ആണ്, 1 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഇതിന് രണ്ടിന് സ്പെല്ലിങ് ശ്രദ്ധിക്കണേ. യെസ്, അടുത്ത ചോദ്യം നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചറാണ്, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. യെസ്, ശ്രദ്ധിക്കേണ്ട കാര്യം 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മളെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അത് ഫാരൻഹീറ്റിലേക്കാണെങ്കിൽ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. ഫാരൻഹീറ്റിൻ്റെ സ്പെല്ലിങ്, സെൽഷ്യസിൻ്റെ സ്പെല്ലിങ്. പിന്നെ വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ടെമ്പറേച്ചർ ഇൻ ലബോറട്ടറീസിൽ നമ്മളൊരു വലിയ വെടികഷ്ണം പോലത്തെ ഒരു ഗ്ലാസിൻ്റെ ഒരു തെർമോമീറ്ററാണ്. അപ്പോൾ ആ തെർമോമീറ്ററിൻ്റെ പേരെന്താണ്, ജസ്റ്റ് സ്റ്റീലിൽ നിന്ന് കിട്ടും. ലബോറട്ടറി എന്നുള്ള പേരും ടെമ്പറേച്ചർ എന്നുള്ള തെർമോമീറ്റർ എന്നുള്ള പേരും ലബോറട്ടറി തെർമോമീറ്റർ. ലൈവ് ഒന്നും കണ്ട് നേരം പോക്കണമെന്നില്ല, ജസ്റ്റ് ഇതിലോട്ട് പോയാൽ മതി. പഠിച്ചതിന് ശേഷം കാണുന്ന ആളുകൾ കുറച്ച് സ്പീഡിൽ കാണാം. ഇതാണ് നമ്മൾ ഒന്നാമത്തെ ആക്ടിവിറ്റി കവർ ചെയ്തു, രണ്ടാമത്തെ ആക്ടിവിറ്റി കവർ ചെയ്തു, മൂന്നാമത്തെ ആക്ടിവിറ്റി കവർ ചെയ്തു. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നോർമൽ ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ ആണ്. ലബോറട്ടറീൻ്റെ സ്പെല്ലിംഗ് നോക്കിക്കോ.